നമ്മൾ കുറച്ച് നാളായിട്ടാണ് ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി പുതിയ ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ TVSൻ്റെ RTR 200 4V റൈഡിംഗ് മോഡ്. ആ ഒരു വണ്ടിയുടെ ഒരു റിവ്യൂ, ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ വണ്ടി കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന വണ്ടി. അടിപൊളി വണ്ടിയാട്ടോ. അപ്പോൾ ഞാൻ അധികം നേരം കളയുന്നില്ല, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ RTR 4V നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഓർമ്മ വരാൻ നമുക്ക് നമ്മുടെ ആമിനേനാണ്. അപ്പോൾ ആമിന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ RTR ബൈക്കിൻ്റെ പേരാണ് നമ്മുടെ ആമിന. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഈ വണ്ടി കാണുമ്പോൾ തന്നെ, അപ്പാച്ചി കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന കാര്യമാണ് നമ്മുടെ മല്ലു ട്രാവലറിനെ. അപ്പോൾ ഈ നിമിഷത്തിൽ അപ്പോൾ നമ്മുടെ ആമിനെ കുറിച്ചൊന്ന് ഓർക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ BS6 എഡിഷൻ 200 4Vയുടെ സെയിം തന്നെയാണ് നമ്മുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഫിസിക്കൽ ലുക്കിൽ നമുക്ക് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ റൈഡിംഗ് മോഡ് വന്നിട്ടുള്ള ഈ സെലിബ്രേഷൻ എഡിഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഇപ്പോൾ 3 മോഡ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പുതിയൊരു ഫീച്ചറാണ്. നമ്മുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് BS6 കണ്ടുവന്നിരുന്ന സെയിം ഹെഡും കാര്യങ്ങളൊക്കെയാണ് മാറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കീ ഒന്നൊക്കെ കാണിച്ചു തരാം. ഇത് നമ്മുടെ DRൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ 2 സെക്ഷനായിട്ടാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്രൈറ്റ്, ഇത് ഡിമ്മ്. അപ്പോൾ ഡിമ്മും നമ്മുടെ DRൽ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഓൺ ആയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ വണ്ടികളിൽ വരുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ TVSൻ്റെ എല്ലാ വണ്ടിയിലും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമുണ്ട്. ഞാൻ അടുത്ത് പറയുമ്പോൾ നമ്മുടെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയിൽ ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് ഷോവയുടെ സസ്പെൻഷനാണ് ഉണ്ടാവും. നമ്മുടെ വൺ ഓഫ് ദി എന്താ പറയുക ഏറ്റവും നല്ലൊരു സസ്പെൻഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മേക്കറാണ് അവർ. അപ്പോൾ ആ ഒരു സസ്പെൻഷൻ അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിയുമ്പോൾ അവർ 4 മില്യൺ സെലിബ്രേഷൻ്റെ പാർട്ടായിട്ടാണ് അവർ ഈ വണ്ടി ഇറക്കിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കൂടെ കാണാൻ പറ്റും. പിന്നെ TVS റേസിങ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട് പ്രൊഫൈൽ. നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടയർ വരുന്നത് 90 ടയറാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയറാണ്. അലോയ് ഒരു 17 ഇഞ്ചിൻ്റെ അലോയ് വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെറ്റൽ ഡിസ്ക്കാണ് വന്നിരിക്കുന്നത്. അത് 270 mm ഡിസ്ക് ബ്രേക്കാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വണ്ടി ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടി വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അലോയുടെ ഡിസൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല രീതിയിലുള്ള ഒരു ലുക്ക് തരുന്ന രീതിയിലാണ് അതിൻ്റെ അലോയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇപ്പോൾ എഞ്ചിൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് 197.5 cc ഒരു എഞ്ചിനാണ് നമുക്ക് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പവർ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ 20.82 PS പവർ അറ്റ് 9000 RPM നമ്മുടെ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 17.25 Nm ടോർക്ക് അറ്റ് 7250 RPM മാക്സിമം ഈ എഞ്ചിൻ്റെ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എഞ്ചിൻ വന്നിരിക്കുന്നത് ഓയിൽ കൂൾഡ് വിത്ത് റാം എയർ അസിസ്റ്റാണ് ഈ ഇത് എഞ്ചിൻ്റെ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എഞ്ചിൻ കവർ കൊടുത്തിരിക്കുന്നത് കാണാം. നല്ലൊരു ഡിസൈനിലൊരു എയറോഡൈനാമിക് ഡിസൈനിലൊരു സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിലാണ് എഞ്ചിൻ കവറിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും RT എന്നുള്ളൊരു ലോഗോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ് ട്യൂൺഡ്. നമ്മുടെ ഈ എഞ്ചിൻ അങ്ങനെയാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം TVSൻ്റെ വണ്ടി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ഇപ്പോൾ ഈ റേസ് ട്യൂണെന്ന് വെറുതെ പറയില്ല, അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്കത് ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റെ എഞ്ചിന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ അപ്പാച്ചിന്ന് എഴുതിയിട്ടുള്ള സ്റ്റിക്കർ വർക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് എക്സോസ്റ്റിനോട്ട് കളിപ്പിച്ചു തരാം. നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ടയറിൻ്റെ അവിടേക്ക് വന്നു കഴിയുമ്പോൾ 130/70 ടയറാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. റേഡിയൽ ടയറാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡിസ്കിൻ്റെ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 240 mm പെറ്റൽ ഡിസ്ക്കാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയർ തന്നെയാണ്. ഡ്യുവൽ ചാനൽ ABS ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു സ്പെഷ്യൽ ടെക്നോളജി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് RPL റിയർ വീല് ലിഫ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് പൊന്താതിരിക്കാനുള്ളൊരു സെറ്റപ്പ്, അതായത് ഒരു ഫംഗ്ഷനിങ് ആണ് അത് RPL എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അവർ ഈ വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹഗ്ഗർ കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹഗ്ഗറാണ്. അതിൽ നമുക്കിവിടെ ഒരു RTR എന്ന് എഴുതിയിട്ടുള്ളൊരു
ലോഗോയും അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് സൈഡത്തെ പ്രൊഫൈൽ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ BS6 വന്നിരുന്ന സെയിം തന്നെയാണ്. പ്രൊഫൈലിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മുടെ LED ടെയിൽ ലൈറ്റ് വന്നിട്ടുണ്ട്. അവരുടെ ഒരു മാസ്റ്റർ പീസ് സാധനമാണത്. നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് LED ആണ്, അതേപോലെ തന്നെ ടെയിലും LED വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ബൾബാണ് വന്നിരിക്കുന്നത്. അതും കൂടി LED ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി, പേഴ്സണലാണ്. പിന്നെ നമ്മുടെ ടെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ടെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു RTR 200 എന്നുള്ളൊരു സ്റ്റിക്കർ ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് 2 സൈഡിലുണ്ട്. പിന്നെ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാരി കാർഡ് കാണാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വണ്ടിയുമ്പോൾ സാരി കാർഡ് ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. അതേപോലെയാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും വന്നിരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് സാരി കാർഡിൻ്റെ. നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 സ്പീഡ് ഗിയർ ബോക്സാണ് നമ്മുടെ ഈ വണ്ടിയിൽ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് അപ്പോൾ ഈ വണ്ടിയുടെ വെയിറ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു 152 kg ആണ് അപ്പാരൻ്റ്ലി വെയിറ്റ്, ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ സ്പ്ലിറ്റ് സീറ്റാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം നല്ല സ്മൂത്താണ്, കുറച്ചുകൂടി ഫ്ലഷ് ആയിട്ടുള്ളൊരു സീറ്റാണ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് വൈഡായിട്ട് ഒരാൾക്ക് അത്യാവശ്യം ഫാറ്റാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ്. പക്ഷെ പില്ലിയൻ്റെ നമുക്ക് അത്രത്തോളം നമ്മുടെ റൈഡറിൻ്റെ അത്ര കംഫർട്ട് തരുന്ന രീതിയിലല്ല എന്ന് പറയാം. എങ്കിലും കുഴപ്പമില്ലാതെ നല്ല രീതിയിലുള്ള സീറ്റിംഗ് തന്നെയാണ് പില്ലിയന് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രാബ് റെയിലിൻ്റെ ഭാഗത്തേക്ക് കിടന്നു കഴിയുമ്പോൾ നല്ലൊരു സ്പോർട്ടി ഫിനിഷ് തരുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ്. സ്പോർട്ടി ഫിനിഷ് കൊടുത്തിട്ടുള്ള ഗ്രാബ് റെയിൽ അവർ ഈ വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോൾ എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം അത്ര ടോളായിട്ടുള്ളൊരു വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഈസി ആയിട്ട് തന്നെ ഫ്ലാറ്റ് ഫുഡ് കിട്ടുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ് നമ്മുടെ RTR 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ സാഡിൽ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 800 mm ആണ് ഇതിൻ്റെ സാഡിൽ ഹൈറ്റ് വരുന്നുള്ളൂ. നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ TVSൻ്റെ ആ ലോഗോ, നല്ല അടിപൊളി ഒരു ലോഗോയാണ് അവരുടെ. അപ്പോൾ അത് നമുക്ക് ടാങ്കിൻ്റെ സൈഡിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് താഴത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ RTR എന്നുള്ളൊരു സ്റ്റിക്കർ വർക്ക് കാണാൻ പറ്റും. പിന്നെ അവരുടെ ഒരു സ്പോർട്ടി ഫിനിഷ് തരുന്നുള്ളൊരു രീതിയിലുള്ള റെഡ് ലൈനുള്ള ഫിനിഷ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു വെൻറ്റ് പോലെ തോന്നുമെങ്കിൽ അത് വെൻറ്റൊന്നല്ല, ജസ്റ്റ് ക്ലോസറാണ്. നമുക്കൊരു ഫാൻസി പോലെ ഒരു കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി നോക്കി കഴിഞ്ഞാൽ 12 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ RTR 200ൻ്റെ വേറൊരു ലോഗോയും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ടുവന്നിരിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ടുള്ള നമ്മുടെ TVSൻ്റെ RTRൽ വന്നിരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ റൈറ്റിലോട്ട് കുറച്ച് മാറിയിട്ടുള്ളൊരു നമ്മുടെ ടാങ്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതിൽ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെയിൻറ്റ് സ്കീമും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ നല്ല അടിപൊളി ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ടാങ്ക് സൈഡിലൊക്കെ വന്നിരിക്കുന്നത്. ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ വളരെ നൈസായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിറേഴ്സൊക്കെ വൈഡ്ലി പ്ലേസ്ഡ് ആണ്. നമുക്ക് വിസിബിലിറ്റിക്കൊന്നും ഒരു കുറവില്ല, നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഒക്കെ തരുന്ന മിറേഴ്സാണ്. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടിരുന്ന പോലെ തന്നെയുള്ള പാസ് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ഡിമ്മും ബ്രൈറ്റും, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ. ഇത് നമ്മുടെ ഇൻഫോ ബട്ടനാണ്. നമുക്ക് മറ്റേ മോഡല്ല, നമുക്കിതിൽ വരുന്ന ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ സ്വിച്ച് ചെയ്യാനുള്ളൊരു ഇൻഫോ ബട്ടനാണത്. നെക്സ്റ്റ് ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കിൽ സ്വിച്ച്, നമ്മുടെ ഇഗ്നിഷൻ, ഇതാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഈ വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്ന മോഡിൻ്റെ ബട്ടൺ. അതിൻ്റെ കാര്യമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം. അതേപോലെ തന്നെ വേറെ വന്നിരിക്കുന്ന ഒരു മാറ്റമായിരുന്നു നമ്മുടെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലോട്ട് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡാക്കാനും ലെഫ്റ്റിലോട്ട് നമുക്ക് സ്റ്റിഫ് ആക്കാനും അങ്ങനെ എന്തൊരു സെറ്റപ്പാണ് നമ്മുടെ ഈ വണ്ടിയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന് ജസ്റ്റ് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സസ്പെൻഷൻ സെറ്റ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ വണ്ടിയുടെ കീക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആൻറ്റി തെഫ്റ്റ് കീ എന്നാണ് നമ്മുടെ കമ്പനി പറയുന്നത്. വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സ്. അതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് 3 മോഡിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പുറകിലോട്ട് തള്ളിയിട്ട് നമുക്ക് ഇവിടെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഒരു ആരോ മാർക്കിൽ നമ്മളിപ്പോൾ 3 ഇട്ടു. അപ്പോൾ ഇതാണ് ഏറ്റവും വൈഡായിട്ടുള്ളത്. അതേപോലെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ 1 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് വരും. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, അതേപോലെ തന്നെ ക്ലച്ചും ബ്രേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ബ്രേക്ക് ലിവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വണ്ടിയുടെ മീറ്റർ കൺസോൾ ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല രീതിയിലുള്ളൊരു ഇൻട്രോ ഒക്കെ നമ്മുടെ മീറ്റർ കൺസോളിൽ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ BS6 കണ്ടിരുന്ന സെയിം മീറ്റർ തന്നെയാണ് നമ്മുടെ ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, അതേപോലെ തന്നെ ട്രിപ്പ് A, ട്രിപ്പ് B. പിന്നെ നമുക്കിവിടെ ഗിയർ ഇൻഡിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇതിനൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, അത് ഞാനിപ്പോൾ പറയാം. പിന്നെ നമ്മുടെ ഫ്യൂൽ ഗേജ്, ടൈം. പിന്നെ നമുക്കിവിടെ മാറ്റി കഴിയുമ്പോൾ നമ്മൾ ലാപ്പ് ടൈമർ മോഡൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ലാപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹൈ സ്പീഡ് അറ്റയുണ്ട്. പിന്നെ നമ്മുടെ 0 to 60 എത്ര സെക്കൻഡാണ് നമ്മൾ കവർ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ
വാണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമ്മുടെ ഇഗ്നിഷൻ, ABS, ഹെഡ് ലൈറ്റ്, ന്യൂട്രൽ, പെട്രോള്, ഇൻഡിക്കേഷൻ, അങ്ങനെ ഉള്ള വാണിംഗ് ലൈറ്റ്സും കാര്യങ്ങളും നമുക്ക് അടിഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് പറയേണ്ടത് നമുക്ക് ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റമായ നമ്മുടെ 3 മോഡ് കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമുക്കത് സ്വിച്ച് ചെയ്യാനുള്ള ബട്ടൺ വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മളുടെ മോഡുമ്മ സ്വിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് സ്പോർട്സ് മോഡിലേക്ക് സ്വിച്ച് ആയിരിക്കണം കാണാൻ പറ്റും. അതായത് നമുക്ക് 3 മോഡാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതായത് സ്പോർട്ട്, റെയിൻ, അർബൻ. അപ്പോൾ ഈ 3 മോഡിനും അതിൻ്റേതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ മോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അർബൻ മോഡാണ്. അപ്പോൾ ഈ അർബൻ മോഡിലും റെയിൻ മോഡിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ 20.82 PS ചുരുങ്ങിയിട്ട് 17.32 PS പവറാവും. അപ്പോൾ RPM അതേപോലെ തന്നെ കുറയും. അതായത് അറ്റ് 7800 RPM ചുരുങ്ങും. അപ്പോൾ നമ്മുടെ സ്പീഡ് കുറയും. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABSൻ്റെ വർക്കിംഗ് എഫിഷ്യൻസി കൂടും. ഇപ്പോൾ അർബനിൽ നമുക്കൊരു 60% അല്ലെങ്കിൽ 70% ABSൻ്റെ വർക്കിംഗ് റേറ്റ് വരാം. അത് നമ്മളിപ്പോൾ സ്വിച്ച് ചെയ്തിപ്പോൾ സ്പോർട്സിൽ നിന്ന് മാറ്റി ഇപ്പോൾ റെയിനിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെയിനിൽ വരുമ്പോൾ നമ്മുടെ ABSൻ്റെ ഫങ്ഷണാലിറ്റി 100% ആവും. അപ്പോൾ നമുക്ക് റെയിൻ മോഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും സേഫ്റ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. നമുക്ക് ABS അത്രയും പക്കയായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും റെയിൻ മോഡിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ നമ്മൾ അർബൻ മോഡിലേക്ക് ആക്കി കഴിയുമ്പോൾ നമുക്ക് ABSൻ്റെ ഫങ്ഷനിങ് കുറയും, പവറും അതേപോലെ തന്നെ കുറയും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസും അതേപോലെ തന്നെ ഒരു ലീനിയർ ആക്സിലറേഷനൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് തരുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മാക്സിമം ഔട്ട്പുട്ടായി. അതായത് നമ്മൾ 20.82 PS പവർ 9000 RPM നമ്മൾ മാറും. അതേപോലെ തന്നെ ടോർക്കും നമ്മൾ 17.25 Nm മാറി നമ്മൾ മാക്സിമം നമ്മുടെ വണ്ടിയുടെ ഔട്ട്പുട്ടിലേക്ക് കിടക്കും നമ്മൾ സ്പോർട്സിലേക്ക് ഇടുമ്പോൾ. ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് മോഡിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് സ്പീഡ് ഇപ്പോൾ പറയുന്നത് ഒരു 127 km/h ആണ് നമ്മുടെ സ്പോർട്സ് മോഡിൽ പറയുന്നത്. അതേപോലെ തന്നെ അർബനിൽ ഇപ്പോൾ പറയുന്നത് ഒരു 105 km/h ആണ്. പക്ഷെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് 105 മേലേക്ക് കയറുന്നതായിട്ടും അതേപോലെ തന്നെ സ്പോർട്സിലാണെങ്കിൽ നമുക്ക് 127 മേലെ വണ്ടി കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ മീറ്റർ കൺസോളിൻ്റെ ഏറ്റവും വലിയ എടുത്ത് പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മുടെ BS6 വന്നപ്പോഴാണ്. മാറ്റമൊന്നുമില്ല, നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ TVSൻ്റെ സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ച് നമ്മുടെ മൊബൈലിൽ നമുക്കിത് ഇത് നമ്മുടെ ഈ വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ്. നമ്മൾ ഈ സെഗ്മെൻറ്റിലൊന്നും നമ്മൾ കാണാൻ പറ്റാത്ത അത്രയധികം ഫീച്ചേഴ്സാണ് നമ്മൾ ഈ വണ്ടിയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നാവിഗേഷൻ്റെ ഫീച്ചേഴ്സ്, നമ്മളിപ്പോൾ പെട്രോളൊക്കെ നമ്മളിപ്പോൾ ഫ്യൂവൽ empty ആകുമ്പോൾ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നിയറസ്റ്റ് പെട്രോൾ പമ്പിലേക്കുള്ള ലൊക്കേഷൻ അവർ കാണിച്ചു തരും. പിന്നെ ക്രാഷ് അലേർട്ട് മെസ്സേജ് പോവും. പിന്നെ നമ്മുടെ ബൈക്ക് ഇൻ കേസ് ഓഫ് ഓൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എമർജൻസി കോൺടാക്ട്സിലേക്ക് നമ്മുടെ ലൊക്കേഷൻ അടക്കം സെൻഡായി പോകുന്ന അങ്ങനത്തെ ഒരു ഫീച്ചർ അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളർ SMS അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ. അങ്ങനെ എന്തുകൊണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് മാക്സിമം എന്താ പറയുക ഒരു മുൻകരുതൽ നൽകിയിട്ടാണ് അവർ ഇതിൽ ഓരോ ഫീച്ചേഴ്സ് അവർ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു വാല്യൂ ഫോർ മണി ബൈക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ സെഗ്മെൻറ്റിൽ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വേറെ ഒറ്റ വണ്ടിയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കില്ല. പിന്നെ ഈ പറയാനുള്ള നമ്മുടെ ഈ ഒരു എഡിഷൻ നമ്മുടെ റൈഡിംഗ് മോഡ്, അതായത് നമ്മുടെ 4 million സെലിബ്രേഷൻ എഡിഷൻ വന്നപ്പോൾ നമുക്കൊരു കളർ സ്കീം കൂടുതൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിതല്ല, നമ്മുടെ ഒരു മാറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ അത് കിട്ടിയില്ലേ നമുക്ക് ചെയ്യാൻ. നമുക്ക് ഈ കളറെ കിട്ടി, നമ്മുടെ ഗ്ലോസ് ബ്ലാക്ക് മാറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ അത് മാറ്റ് ആണെങ്കിലും പക്ഷെ നമുക്കൊരു ഗ്ലോസിയുടെ ഫിനിഷ് തരുന്ന രീതിയിലാണ് അതിൻ്റെ പെയിൻറ്റ് സ്കീമും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ സെലിബ്രേഷൻ എഡിഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഈ 2 കളർ കൂടാതെ ഒരു പേൾ വൈറ്റ്, അങ്ങനെ 3 കളറിലാണ് നമ്മുടെ RTR 200 4V നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു നമ്മുടെ ഒരു ഡിസൈനിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എയറോഡൈനാമിക് ഡിസൈനാണ് കംപ്ലീറ്റ് നമ്മുടെ ബോഡി നമ്മുടെ വണ്ടി വന്നിരിക്കുന്നത്. വിത്ത് മസ്കുലറായിട്ടാണ് നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു മസ്കുലർ ഫിഗറോട് കൂടിയിട്ടാണ് നമ്മുടെ RTR 200 4V അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പെക്കും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞത്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പം ഇനി നമ്മുടെ പുതിയ റൈഡിംഗ് മോഡൽ RTR 200 4V ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിക്കാം. വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളൂ, ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഞാൻ ഹാപ്പി ആയിട്ടാണ്.
സംഭവം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ റൈഡിങ് പൊസിഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അഗ്രസീവാണ്, കുറച്ച് ലീൻ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അപ്രൈറ്റ് അല്ല, അപ്രൈറ്റിൽ നിന്ന് മാറി കുറച്ച് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുന്ന ഒരു പോസ്ചറാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ച് അഗ്രസീവ് ആണെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്നാലും നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന് ആപ്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഹാൻഡിൽ ബാർ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര സ്റ്റിഫായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ തന്നെയാണ്. നമുക്ക് ഹോൾഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടബിൾ തരുന്ന രീതിയിലാണ് ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ മിറേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ മീറ്ററിലോട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ കൺസോളും വിസിബിൾ ആണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡേ ടൈമിലും സൺലൈറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വിസിബിൾ ആണ് നമ്മുടെ മീറ്റർ കൺസോളും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്പോർട്സ് മോഡിലാണ്, അതായത് നമ്മുടെ ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യലുള്ള മോഡാണ്. അതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പെർഫോമൻസ് ഞാൻ പറയേണ്ടത്, നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ കുതിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു അടിപൊളി പെർഫോമൻസിനാണ് നമ്മുടെ വണ്ടി കാഴ്ചവെക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ റേസ് ട്യൂണിങ് അതൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സീറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായ സീറ്റിംഗ് തന്നെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഹൈറ്റ് ഇഷ്യൂ നമുക്ക് വലിയ പ്രശ്നം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 6 feet തന്നെ പോകുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ വണ്ടി ഇരുന്ന് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയധികം ഹൈറ്റ് ഇഷ്യൂ വരുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനൊരു കൺസേൺ വരാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രം തീരുമാനിക്കുക. പിന്നെ വൈബ്രേഷൻ്റെ കാര്യത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഒരു വൈബ്രേഷനൊന്നും എനിക്ക് നോർമലായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ ടോപ്പ് എൻഡൊക്കെ കയറുമ്പോൾ മാക്സിമം റെവ് ചെയ്തെടുക്കുമ്പോഴാണ് വണ്ടിയിൽ അങ്ങനെ ഒരു വൈബ്രേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലുള്ളൂ. അല്ലാതെ നമുക്ക് നോർമലായിട്ട് കൊണ്ടുനടക്കാനും നമ്മൾ ഓടിക്കുമ്പോൾ ഒന്നും വലിയ സീനില്ല. വൈബ്രേഷനൊരു ഫാക്ടർ നമുക്ക് അധികം വരുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ വണ്ടി ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കും. നമുക്ക് അധികം വെയിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കിങ്ങനെ ഫ്ലിക്ക് ചെയ്തും ഫിൽറ്റർ ചെയ്തൊക്കെ ഓടിക്കാൻ അടിപൊളിയാണ് നമ്മുടെ ഈ വണ്ടി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സിറ്റിയോടെ ട്രാഫിക്കിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മോഡൊക്കെയുള്ള വണ്ടി നമ്മുടെ RTR ഓടിക്കുമ്പോൾ എല്ലാ മോഡും മാറ്റി സ്വിച്ച് ചെയ്ത് നമ്മളതിൻ്റെ ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ മാക്സിമം എന്തോരം പോവും നമുക്ക് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ ഈ റൂട്ടിൽ നമുക്ക് ഇവിടെ ഭയങ്കര തിരക്കാണ്, വഴിയിൽ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ നമുക്ക് ഈ വഴിയിൽ നമുക്ക് അങ്ങനെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാനും അതിനുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാൻ അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ്. സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗിയർ ബോക്സിനെ പറ്റി നോക്കി കഴിഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഈ വണ്ടിയുടെ ഇനീഷ്യൽ പവറും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഇനീഷ്യൽ പവർ തരുന്ന വണ്ടി തന്നെയാണ് നമ്മൾ RTR 200 എന്ന് പറഞ്ഞാൽ. നമുക്ക് വളരെയധികം എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ മൂഡിനനുസരിച്ച് നമുക്ക് സ്വിച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ RTR 200 സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് RTR 200 വിശേഷിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് സേഫ്റ്റിക്കൊക്കെ അവർ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് തന്നെ പറയും. വണ്ടിയിൽ ഹീറ്റിംഗ് ഇഷ്യൂൻ്റെ കാര്യം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബസ് സർവീസും കാര്യങ്ങളൊന്നും കഴിയാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുമ്പോൾ എനിക്ക് നമ്മൾ നോർമലായിട്ടുള്ള 200cc വണ്ടിയൊക്കെ ഓടിക്കുന്ന പോലത്തെ ഒരു ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട്. പിന്നുള്ള കാര്യം നമ്മുടെ വണ്ടി വരുന്നത് ഫെദർ ടച്ചാണ്. ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവും. ഫെദർ ടച്ചാണ് നമ്മുടെ ഇഗ്നിഷൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇനി പറയാനുള്ളത് ഈ വണ്ടി വേറൊരു സ്പെഷ്യൽ ഫീച്ചറായ ഗ്ലിഡ് ത്രൂ ടെക്നോളജി GTT. അതായത് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ നമുക്ക് ക്ലച്ചുമേ ഓട്ടോമാറ്റിക്കലി വണ്ടി നമുക്ക് ഓടിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഗിയറിൽ നമുക്ക് ഒരു ആവറേജ് ഒരു 7 km, സെക്കൻഡിൽ ഒരു 12 km, തേർഡ് ഗിയറിൽ ഒരു 70 km എന്ന രീതിയിൽ അപ്രോക്സിമേറ്റ്ലി. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇത് കണ്ട
നമുക്കൊരു 80 കിലോമീറ്റർ വരെ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാക്ടർ കൊടുക്കാതെ തന്നെ വണ്ടി നീങ്ങും ക്ലച്ചുമേ. അപ്പോൾ അത് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് സെക്കൻഡ് ആക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ആവറേജ് ഒരു 14 കിലോമീറ്റർ വരെ സെക്കൻഡ് ഗിയറിൽ നമുക്ക് പോകുന്ന വണ്ടി. അപ്പോൾ ഇതാണ് ഗ്ലിഡ് ത്രൂ ടെക്നോളജി എന്ന് പറഞ്ഞ GTT ടെക്നോളജി. നമുക്ക് തേർഡ് ഗിയറിലാകുമ്പോൾ ഇപ്പോൾ ഒരു 20 വരെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്ലച്ചുമ്പോൾ പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓടിച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് ഇപ്പം ഈ വണ്ടി ആർക്കൊക്കെ സ്യൂട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂത്തിന് ഒന്നും പറയണ്ട, നമുക്ക് സെറ്റാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അവർക്കും പറ്റിയൊരു വണ്ടി തന്നെയാണ്. നല്ല അടിപൊളി വണ്ടി തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നെക്സ്റ്റ് ഇപ്പം എൻ്റെ പപ്പ ഓടിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാനിപ്പോൾ ഈ RTR 200 ഒന്ന് ഓടിച്ചു നോക്കി. നമ്മുടെ ജനറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ വണ്ടി പറ്റുമോ എന്നറിയാം. വണ്ടി ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് യൂത്തിന് മാത്രം ഓടിക്കാൻ പറ്റിയ ഒരു ഷേപ്പും കാര്യങ്ങളാണ്. കാരണം വണ്ടി ലുക്ക് തന്നെ അടിപൊളിയാട്ടോ. അതായത് യൂത്തിന് ഉപയോഗിക്കാൻ പറ്റിയ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ തന്നെയാണ്. ഇതിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ വണ്ടി നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനും, നല്ല ചെത്ത് സ്റ്റൈൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് ഇരുന്ന് ഓടിക്കുമ്പോൾ അത്ര വലിയ കംഫർട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ ഇത് ഓടിച്ചപ്പോൾ കംഫർട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എത്ര ഹൈറ്റ് ഉണ്ടായാലും ഞാൻ ഇങ്ങനെ ഇരുന്ന് അതെൻ്റെ പൊസിഷനിൽ ഇരുന്ന് വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് നല്ലൊരു സുഖമായിട്ട് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ ഞാൻ നന്നായൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ആ റൈഡിങ് കംഫർട്ട് നന്നായി തോന്നി. നല്ല പവർ ഡെലിവറി ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി ഹൈറ്റ് ഉണ്ട്. അതായത് ഞാനൊക്കെ 6 അടിക്ക് മേലെ ഹൈറ്റുള്ളൊരു ആളാണ്. അപ്പോൾ അത്രയും ഹൈറ്റുള്ളൊരു വ്യക്തിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയിരിക്കാനൊക്കെ. പക്ഷേ ഇരുന്ന് കുറച്ച് ഓടിച്ച് വരുമ്പോൾ നമ്മളത് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ പോലുള്ളവർക്കും, അതായത് ഈ ജനറേഷനിൽ പറ്റിയവർക്കും ഓടിക്കാനൊക്കെ പറ്റിയൊരു വണ്ടി തന്നെയാണ് RTR 200. പിന്നെ ഈ RTR 200ൻ്റെ നമുക്ക് മൈലേജ്, അപ്പോൾ മൈലേജ് എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആ കമ്പനി അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു, ഇതിപ്പോൾ എത്ര മൈലേജ് കിട്ടും, ഇത് പുതിയ വണ്ടിയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് 32 മുതൽ 35 വരെ ഇതിനിപ്പോൾ ഓടിക്കുമ്പോൾ നമുക്ക് മൈലേജ് കിട്ടുമെന്ന് പറയണം. അപ്പോൾ അത്യാവശ്യം ഒരു 200 cc ബൈക്കിന് അത്യാവശ്യം നല്ലൊരു മൈലേജ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ RTR 200ൻ്റെ ഓൺ ദി റോഡ് പ്രൈസ് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇന്നത്തെ പ്രൈസായിട്ടാണ് നമ്മൾ പറയണത്. 1,58,354 രൂപയാണ് ഇതിൻ്റെ ഓൺ ദി റോഡ് പ്രൈസ് വരണത്. ഇത് നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള സെൻട്രൽ TVS എന്ന് പറഞ്ഞ ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടീനെ ഇനി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ വണ്ടി ബുക്ക് ചെയ്ത് എടുക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഷോറൂമിലെ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരും. ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനായാലും എന്ത് കാര്യത്തിനായാലും. അപ്പോൾ നിങ്ങളവിടെ കോൺടാക്ട് ചെയ്താൽ മതി. അതായത് സെൻട്രൽ TVS പൂങ്കുന്നം. അപ്പോൾ ഇതൊക്കെയാണ് RTR 200ൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.